സ്കൂളുകൾ വീണ്ടും തുറക്കാനായി പോവുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ്. ദേ ഇവാൻകുട്ടന് മേടിച്ച ബാഗ് കേട്ടോ, ഞാൻ അതൊന്ന് തൂക്കി നോക്കിയതാണ്. നൊസ്റ്റാൾജിക് മൊമെൻറ്റ്. ഇത് ഇവാൻകുട്ടൻ്റെ അമ്മമ്മ മേടിച്ചു കൊടുത്തതാണ്. ഇതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി വാട്ടർ ബോട്ടിലുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ആണെന്ന് പറയുന്നത്. അപ്പം സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഇതൊന്നും കാണിക്കാനല്ല വന്നേ, ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമുക്ക് പുറകെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ അല്ലെങ്കിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കൂളിൽ പഠിക്കാൻ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ജോയിൻ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പുതുതായിട്ട് LKGയിലും UKGയിലും ജോയിൻ ചെയ്തവരുണ്ട്. നേരത്തെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവരുടെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. ഞാനിതിപ്പം ഇവാൻകുട്ടൻ ഇപ്പോൾ LKGയിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പം ഇപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം വേണം എന്നതിനെക്കുറിച്ച് എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയേ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. അപ്പം പുള്ളിക്കാരി ആണ് ഇപ്പം എനിക്ക് മെസ്സേജ് എല്ലാം അയച്ചത്. ഇന്ന കാര്യങ്ങളാണ് അതിലുള്ളത്, ശ്രദ്ധിക്കണം. അവിടെ LKG UKG എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നൊരു സുഹൃത്താണ്. പുള്ളിക്കാരിയാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇന്നതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെ. അപ്പം അതാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് ഇതുവരെ ചെയ്ത് അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതിനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രാക്ക് യുവർ ഡേയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബുക്കുകൾ അവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ടീച്ചേഴ്സ് അവിടുത്തെ ടീച്ചേഴ്സ് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും നേരത്തെ ഒന്നും നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആ LKG UKGയിൽ ചേർത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആയിട്ടൊരു ഗ്രൂപ്പുകളെല്ലാം അവിടെ ഫോം ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്കൂളിലെ ടീച്ചറോടൊന്ന് പറയണം. നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ആ സ്കൂളിലെ ആരെങ്കിലും അറിയെങ്കിൽ അവരോട് പറയണം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയണം. അതൊരു ഭയങ്കര ഒരു ഉപകാരമാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. കൂടാതെ തന്നെ വാട്സപ്പിൽ ആ പഠിപ്പിക്കുന്ന ടീച്ചറുടെ നമ്പർ മേടിച്ച് ആ ടീച്ചർ ഇതുപോലെ പേഴ്സണലായിട്ട് ഒത്തിരി പേർക്ക് ആ പഠിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പുള്ളിക്കാരി അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പം അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ചെക്ക് ബുക്ക് എന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇവിടെ പഠിക്കുന്നത് ഇപ്പം ഇവാൻകുട്ടൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ചെക്ക് ബുക്ക് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിനും മലയാളത്തിനും എല്ലാത്തിനും കൂടി ചെക്ക് ബുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടു ചെക്ക് ബുക്കിനോട് കൂടെ തന്നെ 2 ലൈനുള്ളതും 4 ലൈനുള്ളത്, അല്ലെങ്കിൽ 2 ലൈൻ ആൻഡ് 4 ലൈൻ ഉള്ള ബുക്കുകളും കൂടെ ഉണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു എന്നാ പറയുക, നോർമൽ ഒരു ബുക്കുണ്ട്, നമ്മുടെ റഫായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ബുക്കുണ്ട്. അങ്ങനെ പിന്നെ പെൻസിലുണ്ട്, പേനയല്ല പെൻസില്, അതിനോട് കൂടെ തന്നെ സ്ലേറ്റ് വേണം, സ്ലേറ്റ് പെൻസിൽ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ മേടിച്ച് വെച്ചതായിരിക്കും. ഞാനിപ്പോൾ കാണിച്ചതില്ലേ ബാഗ്, ഇവാൻകുട്ടനൊരു ബാഗ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ അച്ഛമ്മ മേടിച്ചു കൊടുത്ത ബാഗാണ്. അപ്പം ബാഗും വാട്ടർ ബോട്ടില് പിന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്കൂളിൽ വെക്കാനാട്ടോ. അത് അവരവിടെ മേടിച്ചു വെക്കും. അപ്പം പ്രത്യേകം പറയുമായിരുന്നു, സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് കൊടുത്തുവിടരുത്. പെൻസിലാണെങ്കിലും മറ്റേ എന്നാ പറയുക, സ്ലേറ്റ് പെൻസിലാണെങ്കിലും എല്ലാം മേടിച്ചത് മുഴുവൻ അങ്ങോട്ട് കൊടുത്തുവിടരുത്, ഇങ്ങോട്ട് തിരിച്ചു തരത്തില്ല, അത് അവിടെ വെക്കും. അപ്പം പ്രത്യേകം എന്നോട് പറഞ്ഞത് അത് മുഴുവനായിട്ടും കൊടുത്തു വിടണ്ട, അതിലെ പകുതിയും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരവരുടെ സാധനം മാത്രമല്ല എടുത്ത് കൊടുക്കുക, ആ വരുന്നതിൽ നിന്ന് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പപ്പാതി എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ബാക്കി വരുന്ന കാര്യങ്ങൾ അത് ഏതിലേ പോകുന്നൊന്നും അറിയില്ല എന്നതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബാഗ്, സ്ലേറ്റ് പെൻസില്, പിന്നെ നോട്ട്ബുക്ക്, എന്താ പറയുക, റഫായിട്ട് എഴുതാനുള്ള നോട്ട്ബുക്ക്, ചെക്ക് ബുക്ക്, അതിനോട് കൂടെ തന്നെ 2 ലൈൻ അല്ലെങ്കിൽ 4 ലൈൻ, അവിടെ അതാണ് നിങ്ങൾ പറയുന്നെങ്കിൽ 2 ലൈൻ 4 ലൈൻ, ഇതെല്ലാം LKG UKGയിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനോട് കൂടെ തന്നെ അവർക്ക് വേണ്ട എന്നാ പറയുക, ബാഗ് അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോകാൻ, സ്നാക്സ് കൊണ്ടുപോകാനുള്ള ബോക്സ്. ചില സ്കൂളുകളിൽ ഫുഡ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, ചില സ്കൂളുകളിൽ ഫുഡ് കൊടുക്കത്തില്ല, നമ്മൾ കൊടുത്തു വിടണം. അപ്പം അത് ലഞ്ച് ബാഗ് ഒരെണ്ണം മേടിക്കണം. ലഞ്ച് ബാഗിനോട് കൂടെ തന്നെ ലഞ്ച് കൊണ്ടുപോകാനുള്ളതും സ്നാക്സ് കൊണ്ടുപോകാനുള്ളതും സെപ്പറേറ്റ്. മാക്സിമം പ്ലാസ്റ്റിക് വാങ്ങാതിരിക്കുക. പ്ലാസ്റ്റിക് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഭയങ്കര ഹാനി വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് വാങ്ങാതിരിക്കുക. സ്റ്റീലിൻ്റെ വാങ്ങാൻ ശ്രമിക്കുക. ഭംഗിയൊന്നും നോക്കണ്ട. ഞാൻ പക്ഷേ മേടിച്ചത് പ്ലാസ്റ്റിക്കും അകത്ത് സ്റ്റീലും കൂടിയുള്ള ഒരു ടൈപ്പ് സാധനമാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം അത് ഒരു വർഷം മുഴുവൻ കൊണ്ടുപോകേണ്ടതല്ലേ. ആദ്യമായിട്ട് അവന് സ്കൂളിലേക്ക് പോവുകയാണല്ലോ. അപ്പം LKGയിലേക്ക് ജോയിൻ ചെയ്തു. എന്നാ പറയുക, നമ്മുടെ
നമ്മുടെ വടക്കഞ്ചേരിയിലുള്ള ഒരു സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മദർ തെരേസ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഇവാൻകൂട്ടനെ ചേർത്തിരിക്കുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ടീച്ചർമാരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷമായിരുന്നു. ആ ടീച്ചറുടെ പേരും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ പുറകെ വരുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനോട് കൂടെ തന്നെ നിങ്ങൾ ഓട്ടോയിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ സ്കൂളിൽ നിന്ന് ഇപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ബസ്സിലും ഓട്ടോയിലും കൊണ്ടുവിടാൻ സാഹചര്യത്തിലായിരിക്കത്തില്ല. ഇവിടുന്ന് ഓട്ടോയിൽ കൊണ്ടുവിടുന്നതിന് ഏകദേശം 1000 രൂപ എന്തോ ആണ് ചാർജസ് വരുന്നത്. അപ്പം ഈ എല്ലാ ക്ലാസ്സുകളിലും അതിനൊരു സംഭവം കൂടെ ചെയ്തു. ഇപ്പം ഓട്ടോ ഓടിക്കുന്ന പയ്യൻ എന്നാ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ പുള്ളിക്കാരൻ ഇപ്പം പുള്ളിക്കാരൻ്റെ ഓട്ടോയിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതൊരു നല്ലൊരു പരിപാടിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്നന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോ ചേട്ടൻ അതിൽ എന്നാ പറയുക കമൻറ്റ് ചെയ്യും, അതിൽ മെസ്സേജ് അയക്കും. അങ്ങനെ അദ്ദേഹം ലീവ് ആണെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ലീവ് ആണെങ്കിൽ നമുക്കതിൽ മെസ്സേജ് അയക്കാം. അതിനോടുകൂടെ തന്നെ ഇപ്പം സ്കൂളുകളിലും ഓട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിടുന്ന ബസ്സാണെങ്കിൽ ബസ്സിൻ്റെതായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഭയങ്കര അച്ചടക്കത്തോടു കൂടെയാണ് സ്കൂളുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അത് എന്നാ പറയുക ഗവൺമെൻറ് സ്കൂളാണെങ്കിലും അല്ല പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാതാപിതാക്കളും ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കണം എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. ഞാനിപ്പം തുടങ്ങിയില്ല, ഞാൻ അതിലോട്ട് എന്നാ പറയുക ആ സ്കൂളിൻ്റെ മോൻ പഠിക്കാൻ പോകുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം അതിന് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തുവിടുന്ന എല്ലാ സാധനങ്ങളിലും ബാഗ് ആയിക്കോട്ടെ, എൻ്റെ വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, പേന ആയിക്കോട്ടെ, പെൻസിൽ ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ കൊടുത്തുവിടുന്നത് അതിലെല്ലാത്തിലും കുഞ്ഞുങ്ങളുടെ പേര് പെർമനൻറ്റ് മാർക്കറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാഞ്ഞു പോകാത്ത രീതിയിലുള്ള സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിലോ, അല്ലെങ്കിൽ എന്നാ പറയുക നിങ്ങൾക്ക് ലേസർ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലേസർ അടിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലത്തെ ബാഗുകളും ഒരുപോലത്തെ ബുക്സുകളും എല്ലാം ഒരുപാട് അതിൽ വരുന്ന സ്കൂളുകളിൽ വരും. ചില ക്ലാസ്സുകളിൽ 30, 40, 50 കുഞ്ഞുങ്ങളുള്ളതുണ്ടാവും. അപ്പം എല്ലാത്തിലും സെപ്പറേറ്റ് പേരടിക്കണം. ഇവിടെ ടാഗ് ഇതിനോട് കൂടെ തന്നെ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ടാഗ് ചെയ്ത് വെക്കണം. കുഞ്ഞുങ്ങളുടെ പേര് എല്ലാ സാധനത്തിലും അവരുടെ യൂണിഫോമിലായിക്കോട്ടെ എല്ലാത്തിലും എഴുതണം. പിന്നെ ചില സ്കൂളുകളിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ബസ്സുകളുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ നമ്പർ, അതായത് ഏത് ബസ്സിലാണോ പോകുന്നത് ആ ബസ്സിൻ്റെ നമ്പർ ബാഗിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്രണ്ടിലോ ആയിട്ട് എഴുതാനോ അല്ലെങ്കിൽ സ്റ്റിക്കർ ചെയ്ത് വെക്കാനോ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദൂരം എല്ലാം അല്ലെങ്കിൽ പോയി പഠിക്കുന്നത്, ഇത്രയും ദൂരം നമ്മളെ വിട്ടു നിൽക്കുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും. പിന്നെ പറയുന്ന കാര്യങ്ങൾ അവർ പോയതും എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, മലയാളം മീഡിയം ആയിക്കോട്ടെ, ഏത് മീഡിയത്തിലാണ്. ഞാൻ പഠിച്ചതെല്ലാം മലയാളം മീഡിയത്തിലായിരുന്നു. പക്ഷേ അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ അറിയാം. പക്ഷേ എല്ലാ കാര്യത്തും പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഒത്തിരി സ്ട്രെസ് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ 2 മാസം കണ്ടിന്യൂസ് കളിയും ചിരിയും ബഹളവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. അവരെ പഠിക്കുന്ന ഓർത്ത് പറഞ്ഞ് ഒത്തിരി സ്ട്രെസ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവരെ ആ ഒരു പ്രാക്ടീസിലോട്ട് നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പം അതിന് ഞാനും ഇവിടെയുള്ള വീട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം. അപ്പം ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. പേര് എഴുതാൻ മറന്നു പോകരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കാര്യം മറന്നു പോകരുത്. കൊടുത്തുവിടുന്ന എല്ലാ സാധനത്തിലും കുഞ്ഞുങ്ങളുടെ പേര് എഴുതണം. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നമ്പർ, ആരൊക്കെയാണോ പഠിപ്പിക്കുന്ന ആ ടീച്ചേഴ്സിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സ്കൂളിലെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ എഴുതിയ ഒരു സ്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ബോക്സിലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ നമ്പർ അവർക്ക് അറിയാനായിട്ട്, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് കൊടുക്കണം. ആ കുട്ടികൾക്കത് മനസ്സിലാകാവുന്ന രീതിയിൽ എപ്പോൾ ചോദിച്ചാലും നിങ്ങളുടെ നമ്പർ അറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലൊരു ടാഗിലോ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ എഴുതി വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനോട് കൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൻ്റെയും ആ ഓട്ടോ ആണെങ്കിൽ ഓട്ടോ, ബസ്സിൻ്റെ ആണെങ്കിൽ ബസ്സിൻ്റെ, സ്കൂളിൻ്റെ, പിന്നെ അവിടെയുള്ള നിങ്ങൾ
ഏതിലൊക്കെ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ അതിൽ ഇടപെടുന്നുണ്ടോ, ഇപ്പം ഗെയിംസിലെല്ലാം പങ്കെടുക്കുന്നവരുണ്ടാവും, പിന്നെ പഠിക്കാൻ അല്ലെങ്കിൽ നീന്തൽ പഠിക്കുന്നത്, നൃത്തം പഠിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറുകളും അവർ എപ്പോഴാണ് പഠിപ്പിക്കുന്നത്, ഏത് സമയത്തും അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് പല പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്, പല എന്താ പറയുക അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് അവർ പഠിക്കുന്നത്. അപ്പം ഇവർ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പം അവരുമായിട്ട് നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ്. അപ്പം അവരുമായിട്ട് എപ്പോഴും ഒരു കോൺടാക്ട് ഉണ്ടാകണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അപ്പം ഞാനിപ്പം അത്രയും ഞാൻ ഈ പറയുന്ന ആൾ അത്രയും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാനും അതിലോട്ടാണ് വരുന്നത്. അതിലോട്ട് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ജോലി തിരക്കുണ്ടാവും, പല കാര്യങ്ങളിൽ തിരക്കുണ്ടാവും. അപ്പം ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞ്. പുറകിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ബേസിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മറക്കരുത്, അവരെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് ഗുണമായി, അല്ലെങ്കിൽ ഞങ്ങളിത് ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടാം കേട്ടോ. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഇന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ചോദ്യങ്ങളോ എന്തുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ അതിനനുസരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം അതിനോട് കൂടെ തന്നെ എനിക്കിപ്പം എൻ്റെ മോന് ഒരു ഗിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് എനിക്കിത് വാങ്ങേണ്ടി വന്നില്ല. കാര്യം അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി പഠിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. സ്കൂളിൻ്റെ കാര്യങ്ങൾ, സ്കൂൾ ബാഗുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങളൊന്നും മേടിക്കാൻ എന്താ പറയുക പ്രാപ്തിയില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് നേരിട്ട് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല കാര്യം. വീടിനടുത്തുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഞാനും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുക. ആ കമൻ്റ് ഇടുന്ന ആളുകളിലേക്ക് ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കും. നിങ്ങളുടെ കോൺടാക്ട് നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ വാട്സപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതാണോ എങ്ങനെയാണ് വിളിക്കുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേറൊരു കുഞ്ഞിന് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ അറിവോട് കൂടെ തന്നെ, നിങ്ങളുടെ ആ ഒരു സാമീപ്യത്തോടു കൂടെ തന്നെ, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ഫോൺ, വീഡിയോ കോളാണെങ്കിൽ വീഡിയോ കോൾ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വരാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ കൊണ്ടാകുന്നത് അല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ മാതാപിതാക്കളാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പേര് കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ആണ് പഠിച്ചിട്ടുള്ളത്. അന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ നല്ല രീതിയിൽ പഠിച്ച ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല പൈസ ചിലവാക്കി പഠിച്ച ആൾക്കാരുമുണ്ട്. അവരും നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത്. എന്നാൽ ഇങ്ങനെയുള്ള പാവപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെയായി പോകുന്നത്. അപ്പം അവരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വേറെ എന്നാ പറയണ്ടേ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ പേജ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണാം. അപ്പം ഇപ്പം കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം വ്യൂസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി താങ്ക്സ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.